ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മളുടെ ഫോണിന് എത്ര സ്റ്റോറേജ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് തികയാതെ വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എസ്പെഷ്യലി ആപ്പിളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആപ്പിളിൻ്റെ 2-3 പ്രോഡക്റ്റുകൾക്ക്, ഐഫോണിൻ്റെ കാര്യമല്ല, ആപ്പിളിൻ്റെ മറ്റ് പ്രോഡക്റ്റുകളായിട്ടുള്ള ഐപാഡിലേക്കും മാക്കിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു ദാരുണ അവസ്ഥ കാണാറുണ്ട്. എസ്പെഷ്യലി ഐപാഡ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 64 GB സ്റ്റോറേജിലാണ്. ഇതുപോലെ തന്നെയാണ് മാക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 256 GB ആണ് ബേസ് മോഡൽ മാക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആനവായിൽ അമ്പഴങ്ങ, അല്ലാതെ എന്ത് പറയാനാണ്. എന്നാൽ ഐഫോണിലേക്ക് വരുമ്പോൾ 128 ആണ്. ഇതൊരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ആണ്. കാരണം മറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ബ്രാൻഡുകൾ എടുത്ത് നോക്കിയാലും ബേസ് മോഡൽസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 128 ആണ്. എന്നാൽ നമ്മൾ ഐഫോൺ വാങ്ങി കുറച്ച് നാളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഫോണിൻ്റെ സ്റ്റോറേജ് ഈ പറഞ്ഞ അത്രയ്ക്കും നമുക്ക് ഒത്തുപോകാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഫോണിൻ്റെ സ്റ്റോറേജ് കുറവാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം, എങ്ങനെ നമുക്ക് ഫോൺ ഫ്രീ ആക്കാം, അതിനുപകാരപ്പെടുന്ന 8ഓളം സ്റ്റെപ്പുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം സെറ്റിങ്സ്, ജനറൽസ്, അതിൽ നമ്മൾ ഫോൺ സ്റ്റോറേജ് എന്നുള്ളിടത്ത് പോയി കഴിയുമ്പോൾ ഇവിടെ നമ്മളുടെ ഡിവൈസിൻ്റെ കപ്പാസിറ്റിയും അതിലിപ്പം ഫിൽ ആയിരിക്കുന്ന ഡിവൈസ് കപ്പാസിറ്റിയും കാണാൻ വ്യക്തമായിട്ട് സാധിക്കും. ഇവിടെ പല കളേഴ്സിൽ നമ്മളുടെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് കൺസ്യൂം ചെയ്തേക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. എന്നാൽ iOS 17ലേക്ക് വന്നപ്പം നമുക്കിപ്പം ഡിവൈസ് തന്നെ കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര GB വീഡിയോസ് ഉണ്ട് അത് നമുക്ക് റിവ്യൂ ചെയ്യാം. ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഷോ ഓൾ എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് കുറച്ച് റെക്കമെൻഡേഷൻസും കാണാൻ സാധിക്കും. ഇവിടെ ടോപ്പ് റൈറ്റ് സൈഡിൽ സൈസ് എന്നുള്ളിടത്ത് ടാപ്പ് ചെയ്താൽ നെയിം ബേസിലും ലാസ്റ്റ് യൂസ്ഡ് ഡേറ്റാ ബേസിലും നമുക്കിതിനെ സോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവിടെ വന്ന് നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന ആപ്ലിക്കേഷൻസ്, ഇപ്പം ഗാരേജ് ബാൻഡ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഓക്കെ, അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ ആപ്ലിക്കേഷനിലും പോയി കഴിഞ്ഞാൽ ഓഫ് ലോഡ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ഒരു ആപ്ലിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ പക്ഷേ നമുക്ക് അതിനകത്ത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് എന്ന് തോന്നുന്ന കുറച്ച് ഡേറ്റാസ് അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഓഫ് ലോഡ് ആപ്പിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. കീപ് ഇറ്റ്സ് ഡോക്യുമെന്റ് ആൻഡ് ഡേറ്റ. നമ്മൾ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡോക്യുമെന്റ്സും ഡേറ്റാസും കീപ്പ് ചെയ്യും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോഴാണ്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന iOSഉം സിസ്റ്റം ഡേറ്റയും. ഇതിൽ ഈ സിസ്റ്റം ഡേറ്റ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഡിവൈസിൽ കാണാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ സ്റ്റോറേജിലുണ്ടാകുന്ന വ്യത്യാസം അത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനെ, ഫീച്ചേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ജനറേറ്റ് ചെയ്യുന്ന പല ക്യാഷ് ഫയൽസ് അല്ലാന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാഷ് ലോഗ്സ്, ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ മാത്രം ഫയലുകളല്ല, ഇതിൽ സിറി വോയിസുകൾ, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന എക്സ്ട്രാ സിറി വോയിസുകൾ, കീ ചെയിൻ ഡാറ്റ, സിസ്റ്റം പ്രിഫറൻസസ്, യൂസേഴ്സ് ലോഗ്, ആപ്ലിക്കേഷൻ ആൻഡ് സിസ്റ്റം സെറ്റിംഗ്സ്, അതുപോലെ തന്നെ സഫാരി സേവ് ചെയ്യുന്നതായിട്ടുള്ള ഓഫ്ലൈൻ സൈറ്റ് ഡേറ്റാസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇവിടെ വന്ന് കൂടിയടിഞ്ഞ് നടക്കുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ്ലി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഡയറക്റ്റ്ലി അല്ലെങ്കിൽ മാനുവലി നമുക്ക് ഇതിനെ വന്ന് ഡിലീറ്റ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ സാധിക്കത്തില്ല. അതിന് കുറച്ച് വശങ്ങളുണ്ട്. അതിൽ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ സഫാരിയുടെ ഓപ്ഷനിലേക്ക് പോവുക. സഫാരിയിൽ പോയതിനു ശേഷം നമ്മൾ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ഇവിടെ ക്ലിയർ ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡേറ്റ എന്നുള്ളത് ടാപ്പ് ചെയ്യുക. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. ആക്ച്വലി ഇത് ചെയ്യുമ്പം സഫാരിയിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഹിസ്റ്ററി ക്ലിയർ ചെയ്യും. 2, സഫാരി ചില സൈറ്റുകൾ പെട്ടെന്ന് ലോഡ് ചെയ്യാൻ വേണ്ടി സേവ് ചെയ്ത് വെച്ചേക്കുന്ന ചില ഓഫ്ലൈൻ ഡേറ്റാസ് ഉണ്ട്, അതും ക്ലിയർ ആകും. സോ അതിനുവേണ്ടി നിങ്ങൾ ക്ലിയർ ഹിസ്റ്ററി ടാപ്പ് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പം ഹിസ്റ്ററി മൊത്തം ക്ലിയർ ആകുന്നതായിരിക്കും. രണ്ടാമത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ആപ്ലിക്കേഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം ആൻഡ്രോയിഡിൽ ഡിവൈസ് മാനേജ്മെൻറ്റ് ഓപ്ഷനിൽ പോയാൽ നമുക്ക് ക്യാഷുകൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും. എന്നാൽ iOSലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ iOS ഡെവലപ്മെൻറ്റ് ഗൈഡ് ലൈൻസിൽ കൊടുത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ iOSൽ ചില ആപ്ലിക്കേഷൻസ് ബ്രൗസർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സർട്ടൺ ഫങ്ഷനാലിറ്റീസ് പെട്ടെന്ന് വർക്കാകാനും പെട്ടെന്ന് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാനും ഉള്ളതിൻ്റെ എളുപ്പത്തിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് അതിൻ്റെ ചില ഡേറ്റാസ് ക്യാഷ് മെമ്മറിയിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഈ ക്യാഷ് മെമ്മറിയിലെ ഗുണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് ചില ഫങ്ഷൻസിന് ലോഡ് ചെയ്യാനൊക്കെ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ക്യാഷ് മെമ്മറി പെട്ടെന്ന് ഫില്ലാകും. ഇങ്ങനെ ഫില്ലാകുന്നതാണ് നമ്മൾ അവിടെ കണ്ടത്. ആ ഒരു സിസ്റ്റം ഡേറ്റയിൽ പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോറേജ് വന്ന് കൂടിക്കിടക്കുന്നത്. സോ ആപ്പിളിൻ്റെ ഡെവലപ്പേഴ്സ് ഗൈഡ് ലൈനിൽ നമുക്ക് ഈ ക്യാഷ് മെമ്മറി ഡയറക്റ്റ് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ആപ്ലിക്കേഷനിൽ ഇത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഗൂഗിൾ മാപ്പ്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിംഗ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്ലിയർ ആപ്ലിക്കേഷൻ ഡേറ്റ എന്നുള്ളത്. സോ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻ ആപ്പ് സെറ്റിംഗ്സിലല്ലാതെ തന്നെ ആപ്പിൾ ചില ആപ്ലിക്കേഷൻസിന് ഇതിനുള്ള
ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതിൽ പെടുന്നതാണ് നമ്മുടെ ഫോൺ പേ. ഇപ്പോൾ ഫോൺ പേയുടെ ഓപ്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫോൺ പേയുടെ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് പോകുന്നതാണ്. അതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ക്ലിയർ ടെം ഡേറ്റ ഓൺ നെക്സ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററി അല്ലെങ്കിൽ ക്യാഷ് എന്നുള്ളത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ക്യാഷ് ക്ലിയർ ചെയ്യാൻ സാധിക്കാത്ത മറ്റ് ആപ്ലിക്കേഷൻസ് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതുപോലെ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളത് റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മിക്ക ആപ്ലിക്കേഷൻസിൻ്റെയും ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്ന ക്ലൗഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം ലോഗിൻ ചെയ്താൽ മതി. ഇപ്പം ഗൂഗിളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രെഡൻഷ്യൽസ് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡിലുള്ള ഡേറ്റാസ് എല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ആപ്ലിക്കേഷൻ നമുക്ക് ക്ലിയർ ചെയ്യുന്നതിലൂടെ അങ്ങനെ ഡേറ്റാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാഷിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ള ഏറ്റവും അവസാനത്തെ മറ്റൊരു പൊടിക്കൈ എന്ന് പറഞ്ഞാൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഓരോ തവണയും നമ്മുടെ ഡിവൈസ് ഇതുപോലെ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേയധികം ക്യാഷ് റിമൂവ് ആവുന്നതാണ്. ഡിവൈസിലുള്ള ജങ്ക് ഫയൽസ് അല്ലെങ്കിൽ ലോഗ് ഫയൽസ് എല്ലാം റിമൂവ് ആയി ഡിവൈസ് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ അപ്പ് ആകുന്നതായിരിക്കും. സോ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫോളോ ചെയ്യേണ്ട മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെടുക്കുന്ന ഫോട്ടോസ് വീഡിയോസിൻ്റെ കാര്യത്തിലാണ്. അതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒന്ന് ലോവർ ചെയ്യാൻ അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സിൽ ഫോട്ടോയുടെ ഓപ്ഷനിൽ പോവുക. അതിൽ നിങ്ങൾ ഐക്ലോഡ് എന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്കറിയാം ഫ്രീ ആയിട്ട് 5 GB ഐക്ലോഡ് കിട്ടത്തുള്ളൂ. നിങ്ങൾ എക്സ്ട്രാ ഐക്ലോഡിന് സ്റ്റോറേജിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് നമുക്കിവിടെ ഒപ്റ്റിമൈസ് ഫോട്ടോ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ ഉണ്ട്. സോ അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെല്ലുലാർ നെറ്റ്വർക്കിൽ നമ്മളുടെ ഫോണിലുള്ള ഹയർ റെസൊല്യൂഷനിലുള്ള ഫോട്ടോസ് ഐക്ലോഡിലേക്ക് ബാക്കപ്പ് ആകുകയും പിന്നീട് നമ്മളെ ഫോണിൽ കാണിക്കുന്നത് ലോവർ റെസൊല്യൂഷനുള്ള അതേ ഇമേജ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പം ആ ഒരു ഫോട്ടോ വേണം എന്നുള്ള ഒരു ടൈമിൽ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഐക്ലോഡിൽ നിന്ന് ഹയർ റെസൊല്യൂഷനിൽ തന്നെ ആ ഒരു ഇമേജ് ഡൗൺലോഡ് ആകുകയും അത് നമുക്ക് എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ അങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഡൗൺലോഡ് ആൻഡ് കീപ്പ് ഒറിജിനൽ എന്നുള്ളതാണ്. ഇനി ഐക്ലൗഡ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്തതിന് ശേഷം ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ടു PC ഓർ മാക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ലാപ്പോ കമ്പ്യൂട്ടറോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയാണ് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നത്. നിങ്ങളുടെ ഫോൺ മാക്കിലേക്കോ അല്ലെങ്കിൽ PCയിലേക്കോ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐട്യൂൺസ് ഉപയോഗിച്ചുകൊണ്ട് ഹയർ റെസൊല്യൂഷനുള്ള ഇമേജ് അതിലേക്ക് സ്റ്റോർ ചെയ്യാനും അവിടെ കീപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് iOS 17 ആപ്പിൾ കൊണ്ടുവന്ന മറ്റൊരു ഫീച്ചറാണ് മെർജിങ് ഓപ്ഷൻ. അതായത് ഒരേ ഇമേജിന് തന്നെ കുറേ അധികം ഡ്യൂപ്ലിക്കേറ്റ് ഇമേജുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മെർജ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ ചെയ്തത് ഓൾറെഡി നമ്മുടെ ഫോണിൽ എടുത്തിരിക്കുന്ന സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ നമുക്ക് സെറ്റിങ്സിൽ പോയി ക്യാമറയുടെ ഓപ്ഷനിൽ പോയിക്കൊണ്ട് ഇനി നമുക്ക് ഫ്യൂച്ചറിൽ എടുക്കാൻ പോകുന്ന ഫോട്ടോസും വീഡിയോസും ഇവിടുന്ന് തന്നെ ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. അതിന് ഫോർമാറ്റ്സ് ഓപ്ഷനിൽ പോവുക. ഇവിടെ ക്യാമറ ക്യാപ്ചർ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് 2 കാര്യങ്ങൾ കാണാൻ സാധിക്കും: ഹൈ എഫിഷ്യൻസി, മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഹൈ എഫിഷ്യൻസി ഓപ്ഷനിലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇനി നമ്മൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ആപ്പിൾ ഡിവൈസുകൾക്കും അല്ലെങ്കിൽ ആപ്പിളിൻ്റെ എഡിറ്റേഴ്സിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള HEIFഉം HEVC ഫോർമാറ്റിലുള്ള ഫോട്ടോസും വീഡിയോസും ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്ക് ആപ്പിൾ ടു ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിൾ ഈക്കോസിസ്റ്റത്തിനകത്ത് നിന്ന് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഒരു കുഴപ്പമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും വ്യൂ ചെയ്യാനും പ്ലേ ചെയ്യാനും ഒക്കെ സാധിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ള ആൻഡ്രോയിഡ് യൂസേഴ്സിനൊക്കെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വിൻഡോസ് ലാപ്ടോപ്പിലും ഒക്കെയാണ് നിങ്ങൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റി സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭേദം. കാരണം മോസ്റ്റ് കോമ്പാക്റ്റബിലിറ്റിയിൽ JPEG-ലും H.264-ലുമാണ് വീഡിയോസും ഫോട്ടോസും ഷൂട്ട് ചെയ്യുന്നത്. ഇത് മോസ്റ്റ് ഡിവൈസുകളിലും അല്ലെങ്കിൽ മറ്റ് ആൻഡ്രോയിഡിലും വിൻഡോസിലൊക്കെ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. ഇനി വീഡിയോസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 720p 1080p ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യേണ്ട വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1080pയിൽ സേവ് ചെയ്താലോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്താലും വലിയ കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ 4K 30-ലോ 24-ലോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഫോട്ടോ വീഡിയോ ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫയൽസിൽ പോയി ഓൺ മൈ ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിലായിരിക്കും നമ്മൾ ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് വരുന്ന ചില ഡോക്യുമെൻറ്റ്സും ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റ് ചില ഫോർമാറ്റ്സിലാണെന്നുണ്ടെങ്കിൽ അത് ഫയൽസ് ആപ്പിലായിരിക്കും വരുന്നത്. സോ ഇതും നമുക്ക് അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറേജ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനും സ്റ്റോറേജ് റിക്കവർ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ അതോടൊപ്പം നിങ്ങൾ ഫയൽസ് ആപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റീസെൻ്റ്ലി ഡിലീറ്റിനകത്താണ് വന്ന് കിടക്കുന്നത്. അവിടുന്നും നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയ വില്ലൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതാണ് ഈ മെസ്സേജസ്. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ്, മെസ്സേജ് ഇങ്ങനെ കുന്നുകൂടി കിടക്കും. പക്ഷേ ഇത് ആക്ച്വലി ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് നമ്മളുടെ ധാരാളം സ്റ്റോറേജാണ്
നഷ്ടപ്പെടുത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് ഓപ്ഷനിൽ പോയിട്ട് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് iOS 17. ഇവിടെ നമുക്ക് ഓൾ മെസ്സേജസ്, അതോടൊപ്പം തന്നെ ട്രാൻസാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റുകൾ തരുന്നത്, പിന്നെ ജങ്ക് മെസ്സേജസ്, ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ അനാവശ്യമായിട്ടുള്ള മെസ്സേജസ് ആണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മെസ്സേജസ് ഇതുപോലെ സെലക്ട് ചെയ്യാനും അതിനുശേഷം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന മെസ്സേജസ് എല്ലാം റീസെൻ്റ്ലി ഡിലീറ്റഡിനകത്താണ് വന്ന് കിടക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ സ്റ്റോറേജിനെ റിക്കവർ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഫ്രീ ആക്കാൻ സാധിക്കും. എന്നാലും ഒരു എക്സ്ട്രാ ബോണസ് പോയിന്റ് ആയിട്ട് ഞാൻ പറയാം, നമ്മളിൽ പല ആളുകളും ഈ പോഡ്കാസ്റ്റ് കൂടുതലും കേൾക്കുന്നവരാകാം. എസ്പെഷ്യലി ആപ്പിൾ പോഡ്കാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മളിപ്പം ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തിരുന്ന പല പോഡ്കാസ്റ്റുകളും ഹയർ ഡാറ്റ ആയിരിക്കും, ഹയർ സൈസ് ആയിരിക്കും നമ്മുടെ ഡിവൈസിൻ്റെ സ്റ്റോറേജ് കൺസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലൈബ്രറി ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോഡ്കാസ്റ്റുകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റിമൂവ് ഓൾ ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. സോ അങ്ങനെയും നമുക്ക് സ്റ്റോറേജ് റിമൂവ് ചെയ്ത് ഫ്രീ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം, സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. So once again, this is me, Milan. Catch you guys in the next video. Till then, peace.